പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ദുചൂടനല്ലേ. ഒരു സിനിമയുടെ കളക്ഷനെ പറ്റി നമ്മൾ 3 വീഡിയോ ചെയ്യുക. അതും പടം ഇറങ്ങിയ ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് പല വീഡിയോകളും നമ്മൾ ഓരോ ഡെയിലി വിടുമല്ലോ. പക്ഷേ ഇത് ഇറങ്ങാനുള്ള ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പോലും പൂർത്തീകരിക്കാത്ത ഒരു ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് പ്രീഫെയിൽ കളക്ഷൻ അല്ലെങ്കിൽ റൈറ്റ്സ് വിറ്റുപോയ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ ആദ്യമേ ദൃശ്യം 3യെ പറ്റിയാണ് പറയുന്നത്. മോഹൻലാൽ ജോർജ് കുട്ടിയായിട്ട് വന്ന് നമ്മളെ അതിശയിപ്പിച്ച ചിത്രമാണ് ദൃശ്യം 3. നമ്മുടെ ജിത്തുവിൻ്റെ സംവിധാനത്തിൽ ആശീർവാദ് ഒരുക്കിയ ചിത്രം. ദൃശ്യം 1 വന്നു. നമ്മൾ വല്ലാത്ത ട്വിസ്റ്റ് വല്ലാത്ത ഒരു യിൽ വന്ന ചിത്രമായിരുന്നു. ആദ്യത്തെ 50 കോടിയൊക്കെ നേടിയ ചിത്രമായിരുന്നു. അതുവരെ മലയാളത്തിൽ 50 കോടി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചവർക്ക് മുമ്പിലേക്കാണ് ഈ 50 കോടിയുമായിട്ട് ദൃശ്യം എത്തുന്നത്. പിന്നെ എല്ലാം വൻ അത്ഭുതങ്ങളായിരുന്നു പിന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ദൃശ്യം 3 350 കോടി രൂപയ്ക്കാണ് ദൃശ്യം 3 വിറ്റിരിക്കുന്നത് എന്നാണ് വാർത്ത വരുന്നത്. ദൃശ്യം 3 വിറ്റു എന്ന് പറഞ്ഞപ്പം 100 കോടിയായിരുന്നു നമുക്ക് കിട്ടിയ കണക്ക്. പിന്നെ അത് 160 കോടി എന്ന് പറയുന്ന ഒരു ചാനൽ പുറത്ത് വിട്ട വാർത്ത. ഇപ്പം എന്തേണ്ട ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ദൃശ്യം 3 വിറ്റത് 350 കോടി രൂപയ്ക്കാണ്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, തുടരും ചിത്രത്തിൻ്റെ നിർമ്മാതാവായ രഞ്ജിത്താണ് ഈ വിഷയം പുറത്തു വിട്ടത്. എനിക്ക് വൻ അതിശയമായിപ്പോയി കേട്ടോ. 350 കോടിക്ക് മലയാളത്തിൻ്റെ ഒരു സിനിമ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നപ്പം അത് വിറ്റ് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. കാരണം 500 മലയാള സിനിമയിൽ എന്നാണ് ഒരു 500 കോടി ചിത്രമെന്ന് നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ഇത് 350 കോടിക്ക് വിറ്റുപോയതായിട്ട് കണക്ക് വരുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായിട്ട് ദൃശ്യം 3 മാറി. ലോകയൊക്കെ ഇനി പഴങ്കഥ എന്ന് പറഞ്ഞാൽ മതി. സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ പത്രങ്ങളിലും വാർത്തകളിലും എല്ലാം തന്നെ ഉണ്ട് ഈ സംഭവം. അപ്പോൾ അതിനകത്ത് പറയുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആശീർവാദ് സിനിമാസിൻ്റെ മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 350 കോടി ക്ലബിൽ കയറിയെന്ന് നിർമ്മാതാവിൻ്റെ വെളിപ്പെടുത്തൽ. മനോരമ ഹോർത്തൂഫ് ആകാശം തൊട്ട് മലയാള സിനിമ ദി പവർ ബിഹൈൻഡ് ദി റൈഫ് എന്ന വിഷയത്തിൽ ചർച്ചയിലാണ് വാർത്ത പുറത്തുവിട്ട് നിർമ്മാതാവ് എം രഞ്ജിത്ത് ആവേശത്തിന് തിരികൊടുത്തിയത്. ചർച്ചയിൽ നിർമ്മാതാവ് ജിഷ്ണു സ്റ്റീഫനും പങ്കെടുത്തു. അപ്പം എന്ത് സംഭവമാണെന്ന് നോക്കി 350 കോടിക്കൊക്കെ ഒരു മലയാള സിനിമ വിൽക്കുക എന്ന് പറയുന്നത് നമ്മളെന്നും പറയാറുണ്ടേ. ലാലേട്ടൻ സിനിമ എന്ന് പറഞ്ഞ ഒരു ഹരവാണ്. ഇപ്പം പനോരമ സ്റ്റുഡിയോ ആണ് ഇത് മേടിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഹിന്ദിയിൽ കോടികൾ നേടിയതാണ് ദൃശ്യം 1ഉം 2ഉം ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ദൃശ്യം 3. അവർക്കറിയാം 350 കോടി കൊടുത്ത് മേടിച്ചാൽ വേണ്ടില്ല, അത് കോടികൾ വാരാൻ അവർക്കറിയാം. നേരത്തെ തന്നെ അവർ മലയാളത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് അവർ ഷൂട്ടിംഗ് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ജിത്തു പുറത്ത് വിട്ട വാർത്ത അനുസരിച്ച് ഇതൊരു സാധാരണ ചിത്രം എന്നാണ്. ജിത്തു എല്ലാ ചിത്രങ്ങളെ പറ്റി അങ്ങനെ പറയുന്നത്. പക്ഷേ ഇത് 350 കോടിക്ക് ഇന്ത്യയിലെ തന്നെ ഒരു വിതരണ കമ്പനി മേടിക്കുമ്പം അവരിതെല്ലാം കണ്ടതിന് ശേഷം അതിൻ്റെ തിരക്കഥയൊക്കെ വായിച്ചതിന് ശേഷം അത് ബമ്പർ ഹിറ്റ് അടിക്കും എന്ന് അവർ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും അത് വാങ്ങുന്നത് അല്ലേ. അപ്പം ദൃശ്യം 3യെ പറ്റിയുള്ള പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. അപ്പം മലയാളത്തിലെ ഒരു 500 കോടി ചിത്രമായിട്ട് ദൃശ്യം 3 എത്തുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരു വല്ലാത്ത ഹൈപ്പിലാണ് ചിത്രം ഇപ്പം നിൽക്കുന്നത്. അപ്പം നിർമ്മാതാവ് ഇങ്ങനെയൊക്കെയുള്ള സിനിമ സംവിധാനം നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്താ രസമല്ലേ. കാരണം യാതൊരു ടെൻഷനും ഇല്ല. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് കോടികൾ കയ്യിൽ കിട്ടുക, ഇനിയും തിയേറ്ററിൽ ഓടിയില്ലയോ എന്നൊക്കെ നിർമ്മാതാവ് അറിയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന സംവിധായകനെ ആരും ബിസിനസ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെ വിൽക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എന്നാലും എൻ്റെ ആൻ്റണി, നമ്മുടെ ദൃശ്യം 3 350 കോടിക്ക് വിറ്റല്ലോ. ഇപ്പം ദൃശ്യം 3 വിറ്റു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം
മലയാളത്തിൻ്റേതെന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന ദൃശ്യം അത് പല ഭാഷകളിലും ഇറങ്ങുമ്പോഴും നമ്മൾ മലയാളത്തിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുന്നത് രോമാഞ്ചം അണിയാറുണ്ടായിരുന്നില്ലേ. നമുക്കൊരു കുളിരാണ് ദൃശ്യം 3. അത് പല ഭാഷയിലെ ആൾക്കാർ ദൃശ്യത്തെപ്പറ്റി പറയുമ്പം നമുക്കൊരു രോമാഞ്ചമാണ്. അത് എല്ലാ സിനിമയെ പറ്റി ഇല്ല. നമുക്ക് ഈ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് കുട്ടിയും ഒക്കെയാണ്. നമുക്ക് അതൊരു ദൃശ്യം, നമ്മുടെ ദൃശ്യം. അപ്പം അത് ഹിന്ദിക്കാരവരുടെയാണെന്ന് പറഞ്ഞപ്പോഴും നമ്മളത് ഭയങ്കര ഫൈറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ ഭയങ്കര യുദ്ധം ഉണ്ടായതാണ്. ഹിന്ദിക്കാരവരുടെ ദൃശ്യമാണെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞത് നമ്മുടെ ആടേ. അങ്ങനെ ആ ദൃശ്യം വിറ്റു എന്ന് കേട്ടിയോ 100 കോടി രൂപയ്ക്കൊക്കെ വിറ്റിയെന്ന് പറഞ്ഞപ്പോൾ അത് വിൽക്കേണ്ട കാര്യമില്ല എന്നൊരു തോന്നലായിരുന്നു നമുക്ക്. പിന്നെ അത് 160-160 പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാലും കുഴപ്പമില്ല എന്നൊരു തോന്നലായിരുന്നു. ഇപ്പം എന്തെങ്കിലും 350 കോടി രൂപയ്ക്കാണ് വിറ്റത് എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ മലയാള സിനിമ ഉയരങ്ങൾ കീഴടക്കുന്നു മോഹൻലാലിലൂടെ എന്ന് കൃത്യമായിട്ട് അടിവരയിടുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പം ദൃശ്യം 3യെ പറ്റിയുള്ള പ്രതീക്ഷകൾ വാനോളം ഉയരുന്നു. ഇനി ദൃശ്യം 3 കഴിഞ്ഞ് ദൃശ്യം 4 ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ജിത്തുവിനറിയാം. ഇതെവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം ഒരു അഭിമുഖത്തിലൊക്കെ ദൃശ്യം 4നെ പറ്റി ആൾക്കാർ ചോദിച്ചപ്പം ആർക്കറിയാമെന്നാണ്. ദൃശ്യം പലപ്പോഴും ദൃശ്യം 1 വന്നപ്പോഴും നമ്മുടെ ജിത്തു കൈമലർത്തി ചെയ്ത് ദൃശ്യം 2 പിന്നെ ഉണ്ടാകുകയാണ് ചെയ്ത്. പിന്നെ അതിനുശേഷം ദൃശ്യം 3യെ പറ്റി പറഞ്ഞപ്പോഴും ക്ലൈമാക്സ് ഉണ്ട്, ബാക്കി എഴുതണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് എഴുതി തീർന്നു. ഇപ്പം ദൃശ്യം 4നെ പറ്റി ചോദിക്കുമ്പോഴും 4 ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്നത്. 4 എന്നൊക്കെ പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ റൈഫ് ഇങ്ങനെ 350-ന് 3 വിറ്റ് പോയെങ്കിൽ മറ്റേതൊക്കെ 500 കോടിക്കൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. ആ അവസ്ഥയിലേക്കാണ് ദൃശ്യം ചെന്ന് നിൽക്കുന്നത്. ദൃശ്യം ഇറങ്ങാൻ പോകുന്നത് ജനുവരി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ജനുവരി കഴിഞ്ഞ് മാർച്ചിലൊക്കെ ആകാനായിരിക്കും. മലയാളത്തിലാണ് ആദ്യമേ ഇറക്കുന്നതെന്ന് പറയുന്നു. മലയാളത്തിൻ്റെ വിതരണമൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, ആശീർവാദ് തന്നെയാണെന്ന് പറയുന്നു. അത് മൊത്തമായിട്ട് കൊടുത്തതാണോ എന്നറിയില്ല. പക്ഷേ ജിത്തു അഭിമുഖത്തിൽ പറഞ്ഞത് പിന്നെ മൊത്തം വിട്ടുകൊടുത്തിട്ടില്ല, മലയാളത്തിനെ നമുക്ക് തന്നെ സ്വന്തം എന്നാണ് പറഞ്ഞത്. ഏതായാലും വല്ലാത്തൊരു സംഭവമായി പോയില്ലേ. അപ്പം വിമർശകർക്കൊക്കെ അല്പനേരം തലതാഴ്ത്തി നിർത്താം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് സായുജ്യം അണയാം. അല്ലാതെ എന്ത് ചെയ്യാനാ അല്ലേ, കരഞ്ഞു തീർക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഞാനപ്പം വൈകിയെന്ന് തോന്നി. ഇന്നത്തെ ദിനപത്രത്തിലും ഉണ്ടായിരുന്നു 350 കോടിക്ക് വിറ്റ കാര്യം. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണു വീഴ്ച പോയി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലടേ ദൃശ്യത്തെപ്പറ്റി. അപ്പം ലാലേട്ടൻ പവർ, എൽ ബ്രാൻഡ്, അത് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൃശ്യത്തിന് വേണ്ടി ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചെന്ന് തോന്നുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.